എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ച് സഹായിച്ചാൽ. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ഉലകത്തിൽ അവതരിച്ച വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവ് അവനീ മുഖത്ത് കാലൂന്നി അനന്തരം ശിഷ്യന്മാരുമായി മലമേൽ കയറി ഇരുന്ന ശേഷം തിരുവായി മൊഴിഞ്ഞ് അവരോട് അരുളി ചെയ്ത ഗിരിപ്രഭാഷണ വചനങ്ങൾ, ആ വചനങ്ങളിലെ കാതലായ ധർമ്മശാസ്ത്രപരമായ പ്രയോഗങ്ങളിൽ ഒരെണ്ണം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്നിട്ട് അവിടെ ഒരു കുത്ത്, ഒരു കോമയിട്ടിട്ട് പറഞ്ഞു, ആ ഭാഗ്യവാന്മാർ അവർ തന്നെ. അതിനാണ് അങ്ങനെ ആ കുത്തും കോമയും കൊടുത്തിരിക്കുന്നത്. കുത്തിട്ട് നിർത്തിയെങ്കിൽ അവിടെ കൊണ്ട് ആശയം തീർന്നു. അതിനോട് ചേർന്നൊരു കോമ വന്നാൽ അതിൻ്റെ അർത്ഥം മോളിൽ പറഞ്ഞതിനെ തുടർന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ആര്? ഈ ഭാഗ്യവാന്മാരായ സൗമ്യർ, അവർ ഭൂമിയെ അവകാശമാക്കും. ആ പോയിന്റ് അവിടെ കുത്തിട്ടത് കൊണ്ട് അവിടം കൊണ്ട് ആ പ്രയോഗം തീരുകയാണ്. ഇത്രയും ഷോർട്ടായിട്ട് യേശു പറഞ്ഞ ഈ വാക്ക്, യേശുവിൻ്റെ ഹൃത്തടം എന്ന തിരുഹൃത്തടം, അതിൻ്റെ ഉള്ളിൽ ആ ആശയപ്പുരക്കകത്ത് സർവജ്ഞാനത്തിലെ ഒത്തിരി സംഗതികൾ അങ്കുരിച്ചു നിൽക്കവേ, ആ സർവജ്ഞാനമാ തികഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിലെ ആശയം മാത്രമായിരുന്നോ ഈ പ്രയോഗം? ക്രിസ്തുവിൽ നിന്ന് 1000 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഇസ്രയേൽ കണ്ട മധുരഗായകനായ ദാവീദ് ഈ വിഷയം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് 1000 കൊല്ലം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം പഴയ നിയമത്തിൽ കിടക്കുന്നു. എടുക്കാം, സങ്കീർത്തനങ്ങൾ 37-ന്റെ 11-ാമത്തെ വാക്യം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ആ 37-ാം വാക്യം സൂക്ഷ്മമായി ശ്രദ്ധിച്ചേ. ദാവീദ് BC 1000-ൽ പറഞ്ഞത്, കാലമതിന്റെ നിലയിൽ കാലുകുത്തി കടന്നു പോകവേ കാലസമ്പൂർണതയിൽ കാലകതിരവനായ ക്രിസ്തു കാലൂന്നി നിന്നുകൊണ്ട് പ്രസ്താവിച്ച വാക്കാണ് എന്ത്? ആമേൻ. സൗമ്യതയുള്ളവർ അവർ ഭാഗ്യവാന്മാരാണ്, കാരണം അവർ ഭൂമിയെ കൈവശമാക്കും. ഈ വാക്യത്തിന്റെ പ്രസക്തി എന്താണ്? ഈ വാചകത്തിന് അകത്തുള്ള പദകോശങ്ങളെ അപഗ്രഥിക്കുന്നു. സൗമ്യത ഉള്ളവർ, അതിൻ്റെ 1-ാം ഭാഗമാണ് സൗമ്യത ഉള്ളവർ. ഞാൻ സൗമ്യതയുള്ളവനായി മാറിയത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം? അതിലേക്ക് നമ്മൾ വരികയാണ്. സൗമ്യൻ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മുടെ ആളുകൾക്ക്, പിള്ളേർക്കൊക്കെ, പെൺപിള്ളേർക്ക് പേരിടാറുണ്ട് സൗമ്യ എന്ന് പേരിടാറുണ്ട്. നല്ല പേരാണ് സൗമ്യ, നല്ല പേരാണ് അത്. എന്നാൽ സൗമ്യൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. സൗമ്യൻ. എന്നാൽ സൗമ്യൻ എന്നുള്ള വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് തെറ്റില്ല. ആ പദകോശവും അർത്ഥസമ്പുഷ്ടമാണ്. സൗമ്യത ഉള്ളവൻ ആരോ ആള് അത്രേ ആകുന്നു ആര്? സൗമ്യൻ. സൗമ്യത ഉള്ള ഒരു വ്യക്തിപ്രഭാവത്തിന് ഉത്തമ ഉദാഹരണ പുരുഷൻ, സപ്ത മഹിമപൂർണനായി ഇന്ന് ഈ സഭായോഗത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവ് ആണ് ആ ശ്രേഷ്ഠൻ.
കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എന്തിനാണ് ഇന്ന് ഹല്ലേലൂയ പറഞ്ഞത്? പാസ്റ്ററുടെ പ്രസംഗം മൂക്കാനോ? മൂപ്പിക്കണ്ട. മൂപ്പിച്ചില്ലേലും വിഷയത്തിന് അതിൻ്റെ മൂപ്പ് ഉണ്ട്. ആമേൻ. ഇന്ന് ഹല്ലേലൂയ പറഞ്ഞത് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനാണ്. സ്തോത്രം. അർത്ഥമറിഞ്ഞ് ആരാധിക്കണം. ആമേൻ. ആമേൻ എന്ന വാക്ക് ഞാനിപ്പോൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് അങ്ങനെ തന്നെയെന്ന് അവിടെ ചേർക്കുന്നില്ല. അനുചിതമല്ലാത്തത് കൊണ്ട് പറഞ്ഞു. പ്രിയരേ, അതുകൊണ്ട് സൗമ്യതയ്ക്ക് ഉത്തമ ഉദാഹരണ പുരുഷൻ ആരാണ്? ഇന്നിവിടെ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്നു. അകമയുള്ള കണ്ണുകൊണ്ട് ആ കർത്താവിനെ കാണാൻ പറ്റുന്നോ? എത്ര പേര് സഭായോഗത്തിന് വന്നിട്ട് യേശുവിനെ കാണാൻ പറ്റുന്നുണ്ട്? യേശുവിനെ എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. വിശുദ്ധ സഭായോഗത്തിനകത്ത് കർത്താവിനെ കാണാൻ കൃപ പ്രാപിച്ച ദൈവമക്കളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പത്മോസിൽ കഷ്ടതയുടെ തീവ്ര അവസ്ഥയിൽ കിടന്ന യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിലായി ആദ്യം കണ്ടത് ആരെയാണെന്നറിയാവോ? സപ്തമഹിമ പൂർണനായ ക്രിസ്തുവിനെയാണ്. ആ വെളിപ്പാടിന്റെ പേരെന്താണെന്നറിയാവോ? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരേ, യേശുവിനെ കാണാൻ ഇന്ന് യോഗത്തിൽ പുറമറ്റത്തെ മറന്ന് ഇപ്പോൾ പല അമ്മമാരും വീട്ടിൽ അടുക്കളയിലൊക്കെ ഹൃദയം കൊണ്ട് കയറിയിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങി വാ. വയറ് പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ എത്രയും വേഗം എത്തിച്ചേർന്നിരുന്നെങ്കിൽ എനിക്ക് തൃപ്തി കിട്ടുമായിരുന്നു. അപ്പോൾ വിശപ്പിൻ്റെ വിളിയോടുകൂടെ അമ്മ ഗ്രഹനാഥ ഇന്ന് രാവിലെ കറി വെച്ച കറിയുടെ മണമെല്ലാം മൂക്കിലേക്ക് വലിച്ചു കയറ്റി ഉച്ചയ്ക്ക് ഒരു പിടിപിടിക്കാമെന്നൊക്കെ വന്ന് ചിന്തിച്ച് വന്നവർ ചിലപ്പോൾ അതിൻ്റെ ഒരു വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. മനസ്സ് അവിടുന്ന് കൊണ്ടുപോവാ. അടുക്കളയിൽ നിന്ന്, പറമ്പിൽ നിന്ന്, തെങ്ങിൻ ചോട്ടിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, കാനഡയിൽ നിന്നൊക്കെ മനസ്സിങ്ങ് വാ. ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും കീപ്പോട്ട് ഇറങ്ങി വന്നാട്ടെ. സ്തോത്രം. ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നിട്ട് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, ശരീരമുണ്ട്, മനസ്സുണ്ടല്ലോ. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കയറുകയാണ്. യേശുവിനെ എത്ര പേർക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്? ഈ ആരാധനയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ആ ദിവ്യ മുഖം എത്ര പേർക്ക് ദർശിക്കാൻ പറ്റുന്നുണ്ട്? സൗമ്യതയുടെ ആ ആൾ രൂപത്തെ എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്? നോക്കണമേ, സൗമ്യനായ യേശുവിൻ്റെ സൗമ്യതാഭാവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ. നിൻ സൗമ്യമാം സ്വഭാവം. ആ സ്വഭാവത്തിന്റെ പേരെന്താണെന്നറിയാവോ? നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ. നിൻ സൗമ്യമാൻ സ്വഭാവം. ആ സ്വഭാവത്തിന്റെ പേര് സൗമ്യമാം സ്വഭാവം, സൗമ്യമാം ഭാവം. ആ സൗമ്യതയുള്ള ഫിഗർ, ആ മുഖഛായയോടുകൂടെ ആ സൗമ്യതയുടെ ആൾ രൂപമായി യേശു കർത്താവ് ഈ യോഗത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് കാണണം. സ്തോത്രം. അപ്പോൾ ഈ യേശുവിൻ്റെ ഗതസമന മുതൽ കാൽവറി മലമുകളിൽ കുരിശിൽ കിടക്കുന്ന സമയം വരെ കൂടുതൽ സൗമ്യതയുടെ ഭാവമുണ്ട്. വിസ്തരിക്കേണ്ടത് വിസ്താരഭയത്താൽ ഞാൻ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് വരുന്നു. ഒന്ന്, അപ്പൊ ദാവീദും യേശുവും ഒരുപോലെ, ദാവീദ് പുത്രനും ഒരുപോലെ സൗമ്യതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യുകയുണ്ടായി. ആമേൻ. ഈ സൗമ്യതയെക്കുറിച്ച് ആമേൻ ഇങ്ങനെയാണ് ഒരു നോട്ട് ഞാൻ എൻ്റെ വായനപ്പുരക്കകത്തു നിന്ന് തയ്യാറാക്കിയത്. എൻ്റെ പാരായണ വേളയിൽ ശ്രദ്ധയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട നോട്ട് ഇങ്ങനെയാണ്. ആമേൻ. യഥാർത്ഥ സൗമ്യത എന്ന് പറയുന്നത് നിഗളമില്ലാത്ത ഭാവമാണെന്നൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നു. നിഗളമില്ലാത്ത ഭാവം. ധാരാളം നിഗളികൾ പെന്തക്കോസ്തിലുണ്ട്.
ഭൗതിക നിഗളികളുമുണ്ട്, ആത്മീക നിഗളികളുമുണ്ട്. നിഗളം ജനിക്കുന്നത് ഉള്ളിലാണ്, ഹൃദയത്തിലാണ്. അതിനെ മുളയിലെ നമുക്ക് തന്നെ നുള്ളാം. വചനം കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് അതിനെ അടർത്തി കളയാം, അതിനെ വെട്ടിക്കളയാം, അതിനെ വെട്ടി ഒതുക്കാം. ആമേൻ. ബൈബിൾ എഴുതിയിരിക്കുന്നത് നിഗളിച്ചിട്ട് പിശാചിന് വന്ന, അല്ലേ, ഇന്നത്തെ നിലയിൽ നമ്മളൊക്കെ പലരും കൂടുതൽ പറയുന്ന സാത്താൻ, ലൂസിഫർ, ബൈബിളിൽ ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്പോസിറ്റ് സ്പിരിറ്റ് ഇന്നത്തെ അവസ്ഥയിലായതിന് കാരണം എന്താണെന്നറിയോ? എന്നാ? നിഗളം നമ്മെ നന്നാക്കില്ല, നിഗളം നമ്മെ വളർത്തില്ല, നിഗളത്താൽ നാം അനുഗ്രഹിക്കപ്പെടില്ല, നിഗളത്താൽ നാം മാനിക്കപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ നിഗളഭാവത്തെ അവൻ നമ്മിൽ തന്നെ നമ്മളൊന്ന് തിരിച്ചറിയണം. നിഗളിച്ചിട്ട് സാത്താന് വന്നത്, അവൻ നിഗളിച്ചിട്ട് എന്നിൽ വരാതിരിക്കാൻ അവൻ ഞാൻ ജാഗ്രത പുലർത്തും. എത്ര പേർക്ക് ഇന്ന് ഈ ആരാധനയ്ക്കകത്തിരുന്ന് തീരുമാനമെടുക്കാൻ പറ്റും? വലിയ ക്രൂസൈഡ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു കോട്ടൊക്കെ ഇടുമ്പം, ചിലപ്പോൾ ഒരു ചെറിയ നല്ല സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ, നല്ല കാറിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു സംഭവമാണെന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങുമ്പോൾ അന്നേരം സ്തോത്രം, സാത്താന്യ ചിന്ത നമ്മിൽ തന്നെ ഫലിച്ചാൽ, ആരും കേൾക്കാതെ ഞാൻ തന്നെ അങ്ങ് ശാസിച്ചു. സ്തോത്രം. പലപ്പോഴും മിനിസ്ട്രിയിൽ അത് വന്നിട്ടുണ്ട്. അതിനെ അന്നേരം തന്നെ ശാസിക്കപ്പെട്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ശക്തി, കർത്താവ് നമ്മിൽ നിന്ന് മാറി നിന്നാൽ, ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെയില്ലെങ്കിൽ, നമ്മുടെ വാക്കുകൾക്ക് ദൈവാത്മാവ് തുണ തന്നില്ലെങ്കിൽ, നമ്മൾ വെറും സീറോവാ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പ്രസൻസ് നമ്മോട് കൂടെയുള്ളത് കൊണ്ടാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ, കൽപ്പിക്കുമ്പോൾ, അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അധികാരത്തോടെ ഇടപെടുമ്പോൾ, അവൻ ചില കാര്യങ്ങൾ അതിന് മുമ്പിൽ വിധേയമാകുന്നതിന്റെ പുറകിലെ കാര്യം നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാപ്തിയല്ല, നമ്മുടെ മുടിക്കല്ല. അതുകൊണ്ടൊരു പുതിയ നിയമവാക്യം ഞാൻ ചേർത്തി പറയുന്നു: ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുവീൻ. സ്തോത്രം. ഇത് എന്നോട് തന്നെ ഞാൻ ഏറ്റെടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വിസ്തൃതിയുള്ള വിഷയം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഈ സൗമ്യതാഭാവത്തെ കുറിച്ച് ഒന്നാമത്തെ പ്രസംഗകനായ പത്രോസ് പറഞ്ഞ വാക്ക് ലേഖനത്തിൽ വളരെ ശ്രദ്ധനീയമായ തോട്ട്സ് ആണ്. എടുത്താട്ടെ, ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വായിച്ചു. ആ വാക്യം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്ന് ശാന്തതയോടെ ചിന്തിക്കണേ. സൗമ്യതയും. നമ്മൾ ഈ കൂടുതൽ ഈ വിഷയമൊന്നും പ്രസംഗിക്കാൻ എടുക്കാറില്ല. കാര്യം ഞങ്ങൾക്ക് ഇച്ചിരി ഗുമ്മുള്ള വിഷയങ്ങളാണ്. നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രസംഗം പറഞ്ഞു, ചില കാര്യത്തിന് ഗുമ്മിന് പറയുന്നു എന്ന് പറഞ്ഞ പോലെ. അവർ അത്ര നല്ല വാക്കല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു വാക്കാണ്. പിള്ളേ ചെറുസെറ്റൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഏത്? സൗമ്യത. സമാധാനമായിരിപ്പീൻ, സൗമ്യരായിരിപ്പീൻ, ശാന്തരായിരിപ്പീൻ. ഇത് നമ്മുടെ പെന്തക്കോസ്ത് പ്രസംഗത്തിനകത്ത് എന്തില്ല? നമുക്കിഷ്ടം പോരാ. ഒരിക്കൽ കൂടെ ഈ കൂട്ടക്ഷര വാക്കുകളുണ്ടല്ലോ മലയാളത്തിൽ, കണ്ടില്ലേ? ഇല്ലേ? കൂട്ടക്ഷരം. അങ്ങനെയുള്ള കുറെ ചച്ചപിച്ച കച്ച അങ്ങനെ പോകുന്നതാ നമുക്കെന്ത്? ഈ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. എന്ത് അല്ലേ? നമ്മളെല്ലാം പെന്തക്കോസ്ത് വാക്ക്, നമ്മുടെ എല്ലാം മറുഭാഷ സകലതും കട്ടിയുള്ള വാക്കല്ലേ? കട്ടിയുള്ള വാക്കാണ്. ശ്രദ്ധിച്ചേ. ആ വാക്യം ഒന്ന് സമാധാനത്തോടെ വായിച്ച ആൻറ്റി, അതേ വാക്യം തന്നെ.
സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയ ഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അപ്പൊ അത് വിസ്തരിച്ച് പറയേണ്ട വാക്യം മാത്രം ശ്രദ്ധ വയ്ക്കുകയാണ്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന. ഇന്ന് ഈ സഭായോഗത്തിനിരിക്കുന്ന എത്ര പേർക്ക് കാംക്ഷയുണ്ട്? എനിക്ക് സൗമ്യതയും സാവധാനതയുള്ളൊരു മനസ്സ് വേണം. വെപ്രാളവും പരവേശമൊന്നും ഇല്ലാതെ, ഒരു പരവേശപുത്രനും പുത്രിയായിട്ടല്ലാതെ സ്വസ്ഥതയോടെ വരുന്നൊരാഴ്ച ജീവിക്കാൻ എത്ര പേർക്ക് കാംക്ഷയുണ്ട്? അപ്പൊ സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എനിക്ക് തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിസ്തരിക്കേണ്ടത് ഞാൻ അങ്ങ് വിടുകയാണ്. നെക്സ്റ്റ്. ആമേൻ. ഈ സൗമ്യതയിൽ ലഭിക്കുന്ന 5 വിധ ഗുണങ്ങൾ മാത്രം ഞാൻ അങ്ങ് പറഞ്ഞു നിർത്തുന്നു. വാക്യമായിട്ട് പോയിന്റുകൾ മാത്രം കൊണ്ടുവരുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾക്ക് അകത്ത് ഈ സൗമ്യതയെ ആത്മാവിൻ്റെ ഫലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫലം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ വരം മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. വരം വേണം, വരത്തെ ഇകഴ്ത്തുന്നില്ല, എന്നാൽ ഫലം വേണം. സ്തോത്രം. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒന്നാണ് ഏത്? സൗമ്യത. നെക്സ്റ്റ്, സങ്കീർത്തനങ്ങൾ 25:9. സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പാഠശാലയിൽ നിന്ന് അവൻ വഴി പഠിച്ചെടുത്ത മനുഷ്യനാണ് സൗമ്യതയുള്ളവൻ. ദൈവത്തിന്റെ പാഠശാലയിൽ വെച്ച് ദൈവം അവൻ തൻ്റെ വഴി ആരെ പഠിപ്പിക്കും? സൗമ്യനെ പഠിപ്പിക്കും. സൗമ്യതയുള്ളവരെ. അപ്പൊ ദൈവത്തിന്റെ വഴി പഠിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വെപ്രാളിക്ക് കഴിയത്തില്ല, പരവേശപുത്രന് കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ പാഠശാലയിൽ നിന്ന് ദൈവം പഠിപ്പിച്ച് വെളിയിൽ തന്റെ വഴി പഠിച്ചവനായി വെളിയിൽ ഇറക്കും. ആരെ? സൗമ്യതയുള്ളവനെ. 2, 3 സഫന്യാ പ്രവചനം 2-3 വാക്യം. യഹോവയുടെ പ്രമാണം. ഞാൻ ആ വാക്യം മാത്രം, പോയിന്റ് മാത്രം പറഞ്ഞു. യഹോവയുടെ പ്രമാണം ജീവിതത്തിൽ ആമേൻ വെളിപ്പെടുത്തിയവൻ. ആ വാക്യം ഇങ്ങനെയാണ്: സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ, ന്യായമെന്ന സ്ഥാനത്ത് മൂലഭാഷ പ്രയോഗം കൊടുത്തിരിക്കുന്ന യഹോവയുടെ പ്രമാണം എന്നുള്ളതാണ്. പ്രമാണത്തെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ആ യഹോവയുടെ പ്രമാണത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയവനാണ് സൗമ്യത ഉള്ളവൻ. എന്തുകൊണ്ട് സൗമ്യതയുള്ളവൻ ഭാഗ്യവാനാകുന്നു? ദൈവത്തിന്റെ പ്രമാണത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ പ്രമാണം സാക്ഷ്യത്തിൽ വെളിപ്പെടുത്താൻ നമുക്ക് പറ്റും. ദൈവത്തിന്റെ പ്രമാണം പ്രസംഗത്തിൽ വെളിപ്പെടുത്താൻ നമുക്ക് പറ്റും. കുറച്ചും കൂടെ അതിനൊക്കെ അപ്പുറം ടഫായിട്ടുള്ളത് ജീവിതത്തിൽ വെളിപ്പെടുത്താനാണ്. സ്തോത്രം. അതാർക്കാണ് കഴിയുന്നത്? സൗമ്യന്. നെക്സ്റ്റ്, അതേ 2-3 തന്നെ കൊടുത്തിരിക്കുന്ന യഹോവയുടെ കോപ ദിവസത്തിൽ അവരെന്ത് ചെയ്യും? ആമൻ. മറഞ്ഞിരിക്കുന്നവനാണ്. അതിങ്ങനെ പോയിന്റ് ചിന്തിക്കാം. യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കുന്നവനത്രേ സൗമ്യതയുള്ളവൻ. യഹോവയുടെ കോപ ദിവസം, ഹല്ലേലൂയ, അതിൽ സൗമ്യൻ സുരക്ഷാ മേഖലയിലായിരിക്കും. സൗമ്യതയുള്ളവൻ സുരക്ഷയിലായിരിക്കും. ഒന്നും കൂടെ തെളിയിക്കാം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ കോപ നാൾ വരുമ്പോൾ സഭയോ കുഞ്ഞാടിന്റെ കാന്ത എന്ന സൗമ്യതയുള്ള ആ സൗമ്യമായ സഭയോ എവിടെ? ആമേൻ, ഹല്ലേലൂയ, കർത്താവിനോട് കൂടെയാണ്. യെശയ്യാ പ്രവചനം 29:1 കൊടുത്തിരിക്കുന്ന സൗമ്യതയുള്ളവർ ഉള്ള മനുഷ്യനെ കുറിച്ച് ആമേൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: യഹോവയിലുള്ള സന്തോഷം, സൗമ്യതയുള്ളവൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാന്മാർക്ക് യഹോവയിലുള്ള സന്തോഷം ലഭിക്കും.
അതിനെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ്. സൗമ്യതയുള്ളവർക്ക് കുറെ സന്തുഷ്ട ഭാവം മുഖത്തുപോലും ഉണ്ടാകും. പലരുടെ മുഖത്ത് നോക്കിയാൽ അവർ സന്തോഷവാന്മാരല്ല. പെന്തക്കോസ്തുകാര് ആരാധിച്ച് മുറുകി കശാപ്പുകാരുടെ മുഖം പോലെ ആക്കരുത് മുഖം. വല്ലോ മനസ്സിലാകുന്നോ? എന്നും ഈ ഇറച്ചി വെട്ടും മുട്ടം വെട്ടും എന്നും ഈ കശാപ്പുകാരനെ കണ്ടിട്ടില്ലേ? അവരുടെ മുഖം നിങ്ങൾ കശാപ്പ് അന്നേരം ഇറച്ചി മാത്രം നോക്കിയിരുന്നു അല്ലേ? കണ്ടില്ല. ഞാൻ കശാപ്പുകാരനെ നോക്കിയില്ല, കശാപ്പ് ചെയ്തതിനെ നോക്കിയില്ല. കുറങ്ങ് നോക്കി നിന്നുകൊണ്ട് കശാപ്പുകാരൻ. ഇനി പോകുമ്പോൾ കശാപ്പുകാരനെ കാണണം. അവരിത് വെട്ടി അവരുടെ മുഖം എന്ത് ചെയ്തു? എടാ, അവൻ്റെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് നിന്നെ ഒരു കൊത്താനും അവനൊരു മടിയില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അവനെ വെട്ടി ഇറച്ചി വെട്ടി ഭയമായിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾ അങ്ങ് കഠിനപ്പെട്ട് അവൻ ദൈവത്തോട് മല്ലുകെട്ടി. നമ്മുടെ ചില ഇഷ്ടപ്പെട്ട ഒരു വാക്യം പഴയ നിയമത്തിൽ ആകെ ഉള്ളത്, ദൂതനോട് എന്ത് ചെയ്തു? ഇതൊക്കെ പ്രസംഗിച്ച് ഇതൊക്കെ കേട്ട് ആണ് പല വിശ്വാസികളും മല്ലിക്കെട്ടികളായത്. പല മല്ലിക്കെട്ടി കുഞ്ഞച്ചന്മാരും കുഞ്ഞമ്മമാരൊക്കെ പൊങ്ങുന്നതിന് കാര്യം എന്താണെന്നറിയാവോ? ഈ നാം കേൾക്കുന്നതിനകത്തെ പ്രതികാര. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അപ്പോൾ യേശു കർത്താവ് സൗമ്യനാണ്. യേശു അകത്ത് വന്നിരിക്കുന്നു. നമുക്ക് ക്രിസ്തുവിലുള്ള സമാധാനം. അപ്പോൾ നോക്കൂ, ക്രിസ്തീയ സമാധാനം സൗമ്യതയുള്ളവനുണ്ട്. സൗമ്യതയുള്ളവൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരാണ് ഭൂമിയെ കൈവശമാക്കുന്നത്. യേശുവിനോട് കൂടെ അവൻ രാജാവായി വരുമ്പോൾ, രാജാതി രാജാവായി വരുമ്പോൾ, മഹത്വ പ്രത്യക്ഷതയിൽ അവനോട് കൂടെ ഈ ഭൂമിയെ അവൻ ഭരിക്കാനുള്ള രാജകീയ പുരോഹിത വർഗം ആരാണ്? ഈ സൗമ്യരാണ്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. പരമസൗമ്യനോട് ചേർന്ന പരമസൗമ്യനായ യേശു ഹൃദയത്തിൽ ആ യേശുവിനെ പ്രാപിച്ചിട്ടുള്ള ഹൃദയത്തിലെ യേശു വസിക്കുന്നെങ്കിൽ ആ സൗമ്യതാ ഭാവം നമ്മുടെ ശിരകളിൽ, ആ സൗമ്യതാ ഭാവം നമ്മുടെ ഫിഗറിൽ, ആ സൗമ്യതാ ഭാവം നമ്മുടെ വാക്കുകളിൽ, ആ സൗമ്യതാ ഭാവം നമ്മുടെ ചുവടുവെപ്പുകളിൽ, ഏത് പ്രശ്നത്തിന്റെ നടുവിലും ഏത് ഇളകി മറിയുന്ന വിഷയത്തിന്റെ നടുവിലും നീ ശാന്തനായി നിനക്ക് പോയിക്കൊണ്ടേയിരിക്കാൻ പറ്റും. ക്രിസ്തു അങ്ങനെ ഉള്ളിൽ ഉള്ള ദൈവമക്കൾ തിരിച്ചറിയുന്നവർ അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. ഫിലിപ്പ് ലേഖനം 4:5 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. പത്രോസിന്റെ 1 ലേഖനം 3:15 പ്രതിവാദം നടത്തുവാൻ ഈ സൗമ്യതയുള്ളവന് കഴിയുമെന്ന് രേഖപ്പെടുത്തി. എന്ന് വെച്ചാൽ അവനെ പ്രതിവാദം, ഏത് വിഷയത്തിന്റെ നടുവിലും സമാധാനം തീർപ്പ് കൽപ്പിക്കേണ്ടതിന് സമാധാനം ഉള്ളവനെ സാധിക്കത്തുള്ളൂ. ഏത് തീയെയും പ്രശ്നത്തെയും കെടുത്താൻ, പ്രശ്നങ്ങളെ കെടുത്താൻ സൗമ്യതയുള്ളവന് കഴിയും. സൗമ്യതയില്ലാത്തവൻ എരുതിക്കകത്ത് എണ്ണ ഒഴിച്ചോണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിലോ അപ്പൻ മക്കൾ ബന്ധത്തിലോ ഭാര്യ ഭർത്തൃ ബന്ധത്തിലോ ചില മൂന്നാമത് കയറുന്നയാള് മഹാവഴക്കാളിയാണെങ്കിൽ, സമാധാനത്തിന് വരുത്താൻ വരുന്ന ആൾ ആണെങ്കിൽ അതിനെ നമ്മുടെ ഭാഷയെ പറഞ്ഞ കുട്ടിച്ചോറാക്കും. എന്നാൽ ഒരു സമാധാനകാംക്ഷിയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അതിനെ ആ തീയെ തല്ലിക്കെടുത്താൻ പറ്റും. അങ്ങനെങ്കിൽ ആ ഒരു നിലയിലേക്ക്, ആ ഒരു റോളിലേക്ക് ഇവിടെയുള്ള അമ്മമാർ കയറി വരാൻ ഞാൻ ക്രിസ്തുവേശുവിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആ നിലയിലേക്ക് കയറി വരാൻ പ്രബുദ്ധരായി സഭയിലെ പിതാക്കന്മാരെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് സൗമ്യത വീട്ടിൽ, സൗമ്യത എല്ലാ മേഖലകൾക്കകത്തും, സൗമ്യത ഇടപെടുന്ന എല്ലാ മേഖലകൾക്കകത്തും ധാരാളമായി നമ്മിലൂടെ മറ്റുള്ളവരും അത് അനുഭവിക്കത്തക്ക രീതിയിൽ കഴിയുമെങ്കിൽ സകല മനുഷ്യരോട് സമാധാനമുണ്ടാകാൻ കണ്ണുകളടയ്ക്കാം. പിതാവേ, കേൾപ്പിച്ച ദൂതന് മുമ്പിൽ ഏൽപ്പിക്കുന്നു. ഹ്രസ്വമായി വിശാലമായ വചനം ഞങ്ങൾ ധ്യാനിച്ചു. എല്ലാവരെയും അനുഗ്രഹിക്കണം. തുടർന്നുള്ള ശുശ്രൂഷയെ ആശീർവദിക്കണം. സൗമ്യതാഭാവത്തോടെ വരുന്നൊരാഴ്ചയിലെ ജീവിതം നയിപ്പാൻ ഏഴകളെ ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.